കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, ഒരുപാട് മനുഷ്യർക്ക് മനസ്സിന് ബലക്കുറവുള്ളവരുണ്ട്, ധൈര്യക്കുറവുള്ളവരുണ്ട്, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളിൽ ചെന്നപ്പെടുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ സാധാരണ അവരുടെ വിഷമതകൾ പറയുക അവരുടെ ഏറ്റവും അടുത്ത ആളുകളോടാണ്. ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കളോടായിരിക്കാം, അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തികളോടായിരിക്കാം അവർ പങ്കുവെക്കുക. എന്നാൽ ഇവരൊക്കെ നമുക്ക് കൂടെ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ശക്തി പകർന്നു തരാൻ അവർക്ക് കഴിയുകയില്ല. ആശ്വാസവാക്കുകൾ, വചനങ്ങൾ നമ്മളെ കുറച്ച് നേരത്തേക്ക് ഒരു ആശ്വാസം തരാം, പക്ഷേ ശാശ്വതമായിട്ടുള്ള ഒരു ശക്തി നൽകാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. അപ്പോൾ ആ ദൈവവചനം വ്യക്തമായി നമ്മളോട് പറയുകയാണ്. സങ്കീർത്തനം 139 സങ്കീർത്തനം, അതിൽ 5ഉം 6ഉം നമ്മൾ വ്യക്തമായിട്ട് പറയുകയാണ്. മുമ്പിലും പിമ്പിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. എത്ര ശക്തമായിട്ടൊരു വചനമാണ്! ഒരു വ്യക്തിയുടെ മുൻപിലും പിൻപിലും കർത്താവ് കാവൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ആരാ കാവൽ നിൽക്കണേ? കർത്താവാണ്. എല്ലാത്തിൻ്റെയും ഉടയവനാണ്, എല്ലാം സൃഷ്ടിച്ചവനാണ്. ശക്തവാനായൊരു ദൈവം എൻ്റെ മുമ്പിലുണ്ട്. അതൊരു ബോധ്യം ഒരു വ്യക്തിയുടെ മനസ്സിൽ രൂപപ്പെട്ടാൽ, ഈ വചനം ആ വ്യക്തിയിൽ മാംസം ധരിച്ചാൽ, ആ വ്യക്തി പിന്നെ കുലുങ്ങുകയില്ല, ഭയപ്പെടുകയില്ല, ഭാരപ്പെടുകയില്ല. ഒരു അപാരമായൊരു ശക്തി ആ മനുഷ്യനുണ്ടാകും. കാരണം എൻ്റെ മുമ്പിലും എൻ്റെ പിമ്പിലും എൻ്റെ കർത്താവ് കാവൽ നിൽക്കുന്നു. പ്രിയമുള്ളവരെ, എന്തൊരു ധൈര്യമായിരിക്കും! ദൈവമാണ് കാവൽ നിൽക്കുന്നതെങ്കിൽ. വീണ്ടും വചനം പറയുകയാണ്, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. മോശയുടെ മേല്, ഏലിയായുടെ മേല്, ജോഷ്വയുടെ മേല് ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്ന പോലെ ഈ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ കരം എൻ്റെ മേലുണ്ട്. ഞാനിനി എന്തിനു പേടിക്കണം? വചനം പറയുകയാണ്, ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. അപ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവം എൻ്റെ മുമ്പിലും പിമ്പിലും എനിക്ക് കാവൽ നിൽക്കുന്നു. അടുത്തത്, ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെയുണ്ട്. ഈ അറിവ് വിസ്മയിപ്പിക്കും. അപ്പോൾ ഈ ബോധ്യത്തിൽ ജീവിക്കുവാൻ, ഒരു വലിയ കൃപ ലഭിക്കുവാൻ ഈ ദിവസം, ഈ ആരാധനയിൽ നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, ആരാധന ആരാധന. കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ദൈവമക്കൾക്കും ഈ ബോധ്യത്തിൽ വളരുവാൻ കൃപ നൽകണമേ, അഭിഷേകം നൽകണമേ, ദൈവശക്തിയിൽ ജീവിക്കാൻ കൃപ നൽകണമേ. യേശുവേ നന്ദി, ആരാധന ആരാധന. യേശുവൻ്റെ കൂടെയുണ്ട്, ഭയമില്ല എനിക്കൊരു നാളും. കർത്തൻ എന്നെ കൈവിടില്ല, ഭയമെനിക്കില്ലൊരു നാളും. ആകുലത തെല്ലുമില്ല, അരികിലുണ്ട് ഈശോനാഥൻ. ആകുലത തെല്ലുമില്ല, അരികിലുണ്ട് ഈശോനാഥൻ. യേശുവൻ്റെ കൂടെയുണ്ട്, ഭയമില്ല എനിക്കൊരു നാളും. കർത്തൻ എന്നെ കൈവിടില്ല, ഭയമില്ല എനിക്കൊരു നാളും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ.